നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. സമയം 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് അല്പം മുമ്പ് KSRTCയുടെ ഒരു വെള്ള കളറിലുള്ള ബസ് വന്ന് ആലക്കോട് ബസ് സ്റ്റോപ്പിൽ നിർത്തി. അതിൽ കുറച്ച് യാത്രക്കാർ, കോട്ടയത്തേക്കുള്ള യാത്രക്കാർക്ക് കയറാനുണ്ടായിരുന്നു, കയറി. അതിനുശേഷം ഒരാൾ പിറകെ കയറി. ആദ്യം കയറിയവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളാണ്. പിന്നീട് കയറിയത് ഒരാളാണ്. അയാൾക്ക് തളിപ്പറമ്പിലേക്കാണ് പോകേണ്ടത്. അയാളൊരു കൺഫ്യൂഷനിലാണ് അങ്ങോട്ട് കയറിയത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ബസ്സിൽ സീറ്റുണ്ടെങ്കിൽ അവർക്ക് തളിപ്പറമ്പിലേക്കൊക്കെ ലോക്കലായിട്ട് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ തന്നെയാണ് സാധാരണഗതിയിൽ KSRTCയിലൊക്കെ യാത്ര ചെയ്യാറുമുണ്ട്. അപ്പോൾ അതിൽ സീറ്റ് ഫുള്ളാണ്, അതുകൊണ്ട് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് അയാളെ ആ കണ്ടക്ടർ ഇറക്കി വിടുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ലേഡീസ് സീറ്റ് ഇപ്പോൾ ഒഴിവില്ലേ? എനിക്ക് ഇത്ര അറിയണ്ടേ എവിടെ? അല്ല, നിങ്ങളിപ്പം തളിപ്പുറം വരെ ഇതിനകത്ത് സീറ്റില്ല, ഫുള്ളാണ്. തളിപ്പുറം വരെ ഫുള്ളാണ്, ഒരു സീറ്റ് പോലും ഇല്ല. അല്ല, എനിക്ക് അത്രേ അറിയണ്ടോ? അല്ല വേണ്ട, അല്ല ചേട്ടൻ പറഞ്ഞാൽ മതി. അല്ല, ഈ KSRTC നന്നാകുമോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഇത് ഒരാളെ തളിപ്പുറം വരെ കേട്ടുന്നതിന് എന്താ പ്രശ്നം? എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പോയിക്കോ. അല്ല, നിങ്ങൾ കോട്ടയം പോയിക്കോ. അല്ല പോകണം, നിങ്ങൾ പോക്കോ. ഇപ്പം അയാളെ അടുത്ത ബസ്സിന് വരട്ടെ. അല്ല, ഇതൊന്നും നന്നാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത്. അല്ലാതെ അയാൾ ഇപ്പം നിങ്ങൾ അല്ല, ഇത് കോട്ടയംകാർക്ക് പോട്ടെ, നിങ്ങൾ പോട്ടെ. അയാൾ പേടിച്ചിട്ടോ എന്തോ ആ ബസ്സിൽ കയറിയില്ല. ആ യാത്രക്കാരനെ ഇപ്പോൾ തൊട്ട് പിറകെ വന്ന, കുറച്ച് കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു KSRTC ബസ്സിൽ കയറ്റി വിട്ടിട്ടാണ് ഞാനിപ്പം വീട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. എന്തായാലും ഇതൊട്ടും ശരിയല്ല. നമ്മുടെ KSRTC നന്നാകാത്തതിന് പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ്. ഇതേ തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വിഷയം ഉണ്ടായതായി ഇതിന് ശേഷം ആലക്കോടെ ഒരു കച്ചവടക്കാരൻ എന്നോട് പറയുകയുണ്ടായി. കരുവഞ്ചാലിലെ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വനിതാ ജീവനക്കാരി, അവർക്ക് ധർമ്മശാലയാണ് പോകേണ്ടത്. ഏതാണ്ട് 9 മണി കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഈ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ആളെ കയറ്റില്ല എന്ന് പറഞ്ഞ് ആ വനിതയെ ആ കണ്ടക്ടർ കയറ്റാതെ ബസ് ഓടിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവർ ധർമ്മശാലയിൽ നിന്നും ഭർത്താവിനെ വിളിച്ച് അവർ വാഹനവുമായിട്ട് ആലക്കോട് എത്തിയതിനു ശേഷമാണ് ആ ഓഫീസർ തിരിച്ചു പോയതെന്നും ആ കച്ചവടക്കാരൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ KSRTCയെ കരുതിക്കൂട്ടി തകർക്കാൻ ശ്രമിക്കുന്ന ചില ജീവനക്കാരോടാണ് ദയവ് ചെയ്ത് നിങ്ങളത് ചെയ്യരുത്. പൊതുജനങ്ങളെ സേവിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ KSRTC കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകും. നിങ്ങൾക്ക് കൃത്യമായി ശമ്പളവും കിട്ടും. ഇങ്ങനെ ചെയ്യുന്ന കണ്ടക്ടർ ഒന്നാലോചിക്കുക, നിങ്ങൾക്കും കുടുംബമുണ്ട്. നിങ്ങളും എവിടെയെങ്കിലും രാത്രികാലങ്ങളിൽ കുടുങ്ങിയാൽ ഇതൊക്കെ നിങ്ങൾക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.